ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചനയുടെ കണ്ണ് വെട്ടിച്ച് അനിയന്മാരെല്ലാവരും കൂടെ നമ്മുടെ വിജയശങ്കറിനെതിരെ തിരിച്ചടിക്കാനായിട്ട് പുറപ്പെടുന്നുണ്ട്. അർച്ചന ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അനന്തവും മുകുന്ദനും കൂടെ അച്ഛൻ്റെ റൂമിലേക്ക് പോവുകയും അച്ഛനെ എഴുന്നേൽപ്പിച്ച് നമുക്ക് അവനോട് പ്രതികാരം ചെയ്യാൻ പോവാമെന്ന് പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഇവരുടെ ഒച്ചയും ബഹളവും കേട്ട് അർച്ചന എണീച്ച് വരുന്നുണ്ട്. അങ്ങനെ അർച്ചനയുടെ കണ്ണ് വെട്ടിച്ച് അനന്തനും മുകുന്ദനും കട്ടിലിൻ്റെ അടിയിലേക്ക് ഒളിയിക്കുന്നുണ്ട്. അങ്ങനെ അച്ചു ഉറങ്ങുന്നത് അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ അത് കണ്ട് വിശ്വസിച്ച് അർച്ചന തിരിച്ച് റൂമിലേക്ക് കിടന്നുറങ്ങുന്നുണ്ട്. അതിനുശേഷം അനന്തനും മുകുന്ദനും അച്ചുവും കൂടെ ചേർന്ന് തലയിലേക്ക് ഒരു തോർത്തൊക്കെ കെട്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടാളും പോയിക്കോ, ചേച്ചി എണീച്ച് നോക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ ഇല്ലാതിരുന്ന പ്രശ്നമാകും, അതുകൊണ്ട് നിങ്ങൾ പോയിട്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അച്ചു പറയുന്നുണ്ട്, എന്നാൽ ശരി ഞങ്ങൾ പോയി വരാം, പിന്നെ മുകുന്ദൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. അങ്ങനെ അച്ചുവും മുകുന്ദനും കൂടെ പോകുന്നുണ്ട് വിജയശങ്കറിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ചന്ദ്രകാന്തൻ വീട്ടിലെത്തി അവർക്ക് അവിടെ പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ഒരു പിടിയില്ലാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുകുന്ദൻ പറയുന്നുണ്ട്, ആ ജനലിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യേ അതൊന്നും വേണ്ടേ, ഈ ചീള് പരിപാടിക്കാണോ ഏട്ടൻ വന്നത്? അതൊന്നുമല്ല, അവന് പോയി 2 പൊട്ടിക്കണം. നമുക്കേ ഈ വീട്ടിനോടല്ല കലിപ്പ്, അവനോടാണ് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് എന്ന് അച്ചു പറയുന്നുണ്ട്. അതിനുശേഷം അച്ചു മതിൽ ചാടി വീട്ടിനകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ തലങ്ങും വിലങ്ങും എല്ലാ ഭാഗവും നോക്കുന്നുണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട്. അങ്ങനെ ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അച്ചു റുക്കുവിനെ കാണുന്നത്. റുക്കു ഇവൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാത്രി പ്രതികാരത്തിന് വരുമെന്നുള്ള രീതിയിൽ അച്ചുവിൻ്റെ വരവും കാത്ത് റുക്കു അവിടെ കയ്യിലൊരു മുട്ടം വടിയായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ റുക്കുവിനെ ആ വടിയായി കണ്ട സ്ഥിതിക്ക് അച്ചു അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഏട്ടാ നമ്മളാകെ പെട്ടുപോകും, വേഗം വാ, നമുക്ക് വേഗം തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് മുകുന്ദനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നമ്മുടെ അർച്ചന അച്ഛൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ഇത്ര നേരം എണീച്ചില്ലേ അച്ചു, എണീക്ക് എന്ന് പറഞ്ഞ് തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് മുകുന്ദനാണ് അവിടെ നിന്ന് എണീക്കുന്നത്. എടാ മുകുന്ദൻ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചേച്ചി, ഞാൻ അച്ചുവിനെ രാവിലെ ഓടാനായിട്ട് പറഞ്ഞയച്ചു, അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങി എന്ന് പറയുന്നുണ്ട്. ഞാൻ കരുതി അച്ചു എന്താ എത്ര നേരമായിട്ട് എണീക്കാത്തത് കരുതി, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നീ പോയി ഇനി കുളിക്കുമെന്ന് പറയും. ചേച്ചി എന്നെ ഇവിടെ കുളിപ്പിച്ച് കടത്തിയില്ല, ഇനിയിപ്പോൾ എന്താ ഇനി ഒരു പ്രത്യേകത ഒരു കുളി എന്നൊക്കെ പറയുന്നുണ്ട്. പോടാ നീ കളിയാക്കാതെ എന്നൊക്കെ പറഞ്ഞ് അർച്ചന അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അർച്ചന റെഡിയായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നുണ്ട്, ഞാനിവിടെ റോസമ്മ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു അതിർത്തി തർക്കം, എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യേണ്ടി വരും, അന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ തക്കം നോക്കി മഞ്ജു പെട്ടെന്ന് തന്നെ ചന്ദ്രലേഖയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രേച്ചി, ഞാൻ അർച്ചന ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് വിളിക്കുന്നത്, എന്തായി അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇല്ല കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു, രാത്രി നെട്ടി എണീക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അനിയന്മാരും അർച്ചന ചേച്ചി എല്ലാവരും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തൽക്കാലം സേഫാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഇനി അങ്ങനെ പോയിക്കോട്ടെ എന്ന് ചന്ദ്രലേഖയും പറയുന്നുണ്ട്. പിന്നീട് മഞ്ജു ചന്ദ്രയോട് പറയുന്നുണ്ട്, ചേച്ചി ഇനി ഞാൻ ഈ കളിക്കൊന്നുമില്ല, എന്നെ വിട്ടേക്ക് ചേച്ചി, എനിക്ക് വയ്യ, എന്നെ ഇവർക്ക് ഇപ്പോൾ സംശയമൊന്നുമില്ല, പക്ഷെ അധികം വൈകാതെ ഞാൻ പിടിക്കപ്പെടും, അതുകൊണ്ട് ഞാൻ ഇനി ചേച്ചിക്ക് കൂട്ടി നിൽക്കുന്നില്ല, ഇനി ഇവർക്കെതിരെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ നീ ഇപ്പോൾ എങ്ങനെ പറയുന്നത്? നിനക്ക് ആ അമ്പാട്ട് വീട്ടിൽ മുതിർന്ന ആളുടെ മരുമോളല്ലേ, നിനക്ക് ആ വീട്ടിൽ ഓവറാൾ ആവണ്ടേ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണ്ടേ, നീ എപ്പോഴും ഈ അർച്ചനയുടെ കീഴിൽ നിൽക്കാനായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വലിയ ആളാവുക തന്നെ വേണം, പക്ഷേ ഈ കളി ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത് ചോദിക്കുന്നുണ്ട്. ചിന്നു ഒരിക്കലും ഇവിടെ ആരുടെയും സഹായം കിട്ടാതെ ഇവിടുന്ന് പോവില്ല എന്നാണ് അർച്ചന ചേച്ചി പറയുന്നുണ്ടായിരുന്നത്. അവൾ പോകാനുള്ള കാരണം, അതാരാണ് അവളുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അർച്ചന ചേച്ചി ഇന്നലെ അനിയന്മാരോട് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം, അതൊന്നും എന്തായാലും അറിയാൻ പോകുന്നില്ല എന്ന് പറയുന്നത്. എങ്കിലും വേണ്ട ചേച്ചി, ഞാൻ ചേച്ചി തന്ന സ്വർണവും പണവും എല്ലാം ഞാൻ തിരിച്ചു തന്നേക്കാം, എന്നെ ഇനി ഈ കാര്യം പറഞ്ഞ് ശല്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നിന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനേ സ്വർണവും പണം തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്, നീ അതൊക്കെ കൈനീട്ടി വാങ്ങുകയും ചെയ്തില്ലേ, ഇനി നീ ഇതിൽ നിന്ന് പിന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജു നീ കളി പഠിച്ചിരിക്കും, കാരണം ഞാൻ തന്നെ അർച്ചനയോട് വിളിച്ച് പറയും, മഞ്ജുവാണ് ഇതിന് പിന്നിൽ, ചിന്നുവിനെ എൻ്റെ കൂടെ വിട്ടത് എന്ന് പറയും, അതോടെ നിൻ്റെ കഥ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യല്ലേ,
എൻ്റെ ജീവിതം തകർക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ നീ സമാധാനത്തോടെ എൻ്റെ കൂടെ നിൽക്ക്, നീക്ക് എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഗുണം മാത്രമല്ലേ ഉള്ളൂ. ഇനിയും ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് തരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്, ഒറിജിനൽ 916. നിനക്കത് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് സ്വർണ്ണത്തിൻ്റെ ഇത് കേട്ടതും മഞ്ജുവിനാകെ സന്തോഷമാകുന്നുണ്ട്. വേണം ചേച്ചി, എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നീ ഇന്ന് അമ്പലത്തിലോട്ട് വാ, ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നീ മാത്രമല്ല ചിന്നുവിനെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുന്നുണ്ട്. ചിന്നുവിനെ അതൊന്നും നടക്കില്ല ചേച്ചി, അത് ഒരുപാട് പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രശ്നമാവില്ല, നീ പറഞ്ഞാൽ മതി, അവളുടെ പേടി മാറാനായിട്ട് അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ വന്നാണ് എന്ന് പറഞ്ഞാൽ മതി പറയുന്നുണ്ട്. അയ്യേ, അതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോവില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, അല്ല നീ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും അവർ വിശ്വസിക്കും, ചിന്നുവിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അപ്പോൾ നിനക്ക് അവർക്കിടയിലുള്ള മതിപ്പ് നിന്നോടുള്ളത് കൂടുമെന്ന് പറയുന്നുണ്ട്. അവൾ മനസ്സോടെയാണെന്നുണ്ടെങ്കിൽ മഞ്ജു അതിന് സമ്മതിക്കുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. എങ്കിൽ അമ്പലത്തിൽ കാണാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ അർച്ചന വാർഡ് മെമ്പറിൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ചിന്നു ആ കുഴിയിൽ പെട്ടതും ആ അപകടത്തിൽ പെട്ടതും ആ കാട്ടിനുള്ളിലെ ആ ക്രൂരതയെല്ലാം അങ്ങനെ ഓർത്തോർത്ത് സങ്കടപ്പെടുകയും നിരാശപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് ഒരു ചെരുപ്പ് പോകുന്ന വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. ഇതെന്താ ഈ ചെരുപ്പ് ഇവിടെ കിടക്കുന്നതെന്ന് അതിശയപ്പെട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു കാട്ടിൽ ഒരു ചെടിക്കിടയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ചോരയിൽ കുളിച്ച് അവിടെ കിടക്കുന്നുണ്ട്, നിലവിളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആരാ എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് തന്നെ അർച്ചന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്താ, നിങ്ങൾക്കൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്താ പറ്റിയ, എന്താ നിങ്ങളുടെ പേര്, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ ഒന്നും മിണ്ടാതെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, ചോര പൊഴിഞ്ഞിട്ട്. അങ്ങനെ അർച്ചനയ്ക്ക് ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ആക്കണം എന്നുള്ളൊരു പിടിയില്ലാതെ തലങ്ങും വിലങ്ങും എല്ലാ ഭാഗത്തേക്കും നോക്കുന്നുണ്ട്. ഇത് അപകടത്തിൽ പെട്ടതാണോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടതാണോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അപ്പുറത്ത് മാറി നോക്കുന്ന സമയത്ത് ഒരു വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ട്, ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽപ്പെട്ട് അവിടെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അർച്ചന പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറി നിന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഒറ്റ ആൾ പോലും അവിടേക്ക് വരാനോ തിരിഞ്ഞു നോക്കാനോ ഇല്ല. അങ്ങനെ പെട്ടെന്ന് അർച്ചന ആ സ്ത്രീയെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സ്ത്രീയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് പരിചയമൊന്നുമില്ല, ഇത് അപകടത്തിൽ പെട്ടതാണോ അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല സാർ, പക്ഷേ ഞാൻ അഡ്വക്കേറ്റ് അർച്ചനയാണ്, ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് സാർ, എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, ആംബുലൻസിനെയും വിടണം എന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെട്ട സ്ത്രീ ആരാണ് എന്താണെന്നറിയാതെ എങ്ങനെ ഇവിടെ എത്തി എന്നൊന്നും അറിയാതെ ആകെ ഒരു അങ്കലാപ്പിൽ നമ്മുടെ അർച്ചന നിൽക്കുകയാണ് ചെയ്യുന്നത്.